ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു ബ്ലാംഗ്ലൂരിന്റെ കിലുകിലുക്കം കേൾക്കുന്നുണ്ടോ? ഞാനും കേൾക്കുന്നുണ്ട് വല്ലാണ്ട്. ക്വാർട്ടർ ഫൈനൽസില് ക്വാർട്ടർ ഫൈനൽ ആയപ്പോ അത് കുറച്ച് കൂടിയാക്കിയില്ല. ഉണിച്ചേട്ടാ കേൾക്കുന്നുണ്ടോ? പിന്നെ ഓ ഉണ്ണിയങ്കളുടെ ചെന്നൈ തൊട്ട് കേൾക്കുക. അച്ഛൻ ഭർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും. വിളിച്ചാലോ എന്നാ ബാംഗ്ലൂരിനെ? ബാംഗ്ലൂർ യെസ്, നമ്മുടെ ക്വാർട്ടർ ഫൈനൽ വേദിയിൽ പെർഫോം ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ നിന്നും ശ്രീയക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ശ്രീയ ഓൺ സ്റ്റേജ്. അയ്യോ വിചാരിച്ചു ആര്യ മാമ പാടുന്നത്. മനോഹരമായി പാടാൻ പറ്റില്ല. ശ്രീയുടെ തീമാണ് ഇപ്പൊ കേട്ടത്. ഇറ്റ്സ് അബൌട്ട് യു ആൻഡ് ഓൺലി അബൌട്ട് യു. അറിയോ? MJ സർ ആണോ? ഉണ്ണിച്ചേട്ടൻ അല്ല, MJ സർ ആണ്. അതെ, ഫിക്സ്. ശരിയാ, കറക്റ്റാ. MJ സർ അല്ലേ? ആയിക്കോട്ടെ. ക്രിക്കറ്റിൽ പറയും, അതായത് ക്ലാസ് ഈസ് പെർമനന്റ്, ഫോം ഈസ് ടെമ്പററി എന്ന്. ഇപ്പൊ ശ്രീയുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് പെർഫോമൻസസ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഫോം ഇസ് പെർമനന്റ്, ക്ലാസ് ഇസ് പെർമനന്റ് അല്ലേ? ആ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോം നഷ്ടപ്പെടാതെ ഗംഭീരമായിട്ട് അത് ഗ്രാബ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇനിയുള്ള നമ്മുടെ യാത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇതുവരെ ഉള്ളത് ലൈബ്രറിയിലുണ്ട്, പക്ഷെ അതിനൊക്കെ മറികടക്കുന്ന എന്തോ ഒരു സംഭവം ബാംഗ്ലൂരിൽ നിന്ന് വരാനുണ്ടെന്ന് കരുതുന്നു. ഇനി 100-ൽ കുറഞ്ഞത് വേണ്ട. യമുനെ നീ ഒഴുകൂ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ദിവസം. അതിനു മുമ്പുള്ള പെർഫോമൻസ് ചെയ്ത് പാട്ട് പാടിയത് ഇരു കണ്ണീർ തുള്ളികൾ പാടി. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അപ്പോ അത്തരം പെർഫോമൻസസ് ആണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും. ഇന്നത്തെ ഏത് പാട്ട്? ചക്രവർത്തിനി. ചക്കവരട്ടി ചക്രവർത്തിനി നീന്ന്. ചക്രവർത്തിനി, വാട്ട് എ സോങ്, മൈ ഗോഡ്. കേൾക്കാതെ തന്നെ ഒരു പാട്ടിന് ഗൂസ് ബംസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇത്ര പാട്ടുകളാണ്. ക്ലാസിക് ബ്യൂട്ടിഫുൾ സോങ്. ഈ പാട്ട് മുമ്പേ പരിചയം ഉണ്ടായിരുന്നു മോൾക്ക്? ഇല്ല. ഇതിനായിട്ട് പഠിച്ചാ? ഓൾഡ് സോങ്സ് മൊത്തം ഞാൻ ഇതിൽ പാടിയ ഫുൾ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിത് കിട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. പാട്ട് എനിക്ക് സംഗതിയൊക്കെ കോമ്പസിഷനൊക്കെ അടിപൊളിയാ. ഈ സിനിമയുടെ പേര് ചെമ്പരത്തി എന്നാണ്. ഇതിൽ വേറെ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്. ഞാൻ ജനിച്ച വർഷമാണ് ഈ സിനിമ ഇറങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഇതില് വേറെ പാട്ടെന്നുള്ള കുണുക്കിട്ട കോഴി കുളക്കോഴി എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് കേട്ടു നോക്കാവുന്നതാണ്. 70s വന്നല്ലേ? 1972. ഞാൻ 60s-ലല്ല 70s-ലാണ് ചേട്ടാ. ഉണ്ണികളുടെ അത്ഭുതമായി പോയി. വേറൊരു പാട്ട് ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, പിന്നെ അമ്പാടി തന്നിലൊരുണ്ണി. ഈ പാട്ടുകളൊക്കെ ആ സിനിമയിലുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചും ഈ പാട്ട് ഗ്രേറ്റ് ക്ലാസിക്, ലെജൻഡറി, എവർഗ്രീൻ, എന്തൊക്കെ പേരും പറയാമോ ഈ പാട്ട്? കേട്ടോ? അപ്പോ പാടിക്കോ. ഓക്കെ സർ. ശ്രീയക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ശ്രീയക്കുട്ടിയുടെ പാട്ട് കേൾക്കുന്നതിനോടൊപ്പം QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. പാതയായകത്തു വരൂ ചക്രവർത്തിനി.
പാരിജാതമലർത്തൂകും ശില്പകന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും കാമമോഹിനികൾ നിന്നെ ഹൃദയ കാവ്യലോക സഖിയാക്കും മച്ചകളിലെ മഞ്ജുഷയ്യയിൽ കൊണ്ടു ഞാൻ മൂടും നിന്നെ മൂടും ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ ചക്രവർത്തിനി. ശരി, യെസ് സർ. നന്നായിരുന്നു മോളുടെ Thank you, sir. വോയിസിന്റെ പ്രൊജക്ഷൻ നല്ല സുഖമുണ്ടായിരുന്നു താങ്ക് കേൾക്കാൻ. യു സർ. ഫൈൻ ട്യൂണിങ്ങിന്റെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. അതെന്താ Okay. അങ്ങനെ എന്തെങ്കിലും അസുഖം വരെ ഉണ്ടോ അതോ ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. ബ്രെത്ത് എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. വേറെ ഒന്നുമില്ല, ഫൈൻ ട്യൂണിങ്ങിന്റെ ഇഷ്യൂസ് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഓക്കെ സർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം മോളെ. ഇനി ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പാട്ടാണത്. അതിൽ നമുക്ക് ട്യൂണിങ് പിച്ചിങ് പ്രശ്നം വരുന്ന സമയത്തുള്ള ചില ജോൾട്ടാണ് നമുക്ക്. അത് കുറച്ചും കൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം മോളെ. ഓക്കെ സർ. വേറെ ഒന്നും പറയാനില്ല. ലിറിക്സ് മറന്നുപോയി. ലിറിക്സ് എന്താ മറക്കാൻ അത്രമാത്രം ടഫാണോ ലിറിക്സ് ഇതിന്റെ? അതെനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, അതെ. ചരണവും അനുപല്ലവിയും ആ. ലിറിക്സ്. അപ്പോൾ ഞാൻ ഓർമ്മിച്ച് കുറേയൊക്കെ എഴുതി നോക്കി, പക്ഷെ അവസാനം ഒരു ലൈന് മറന്നു. ഒരു ലൈനിൽ ഒരു വാക്ക് അതന്നെ, ലാ മറന്നു, അല്ല, ജാ വന്നു. ഒരു വാക്ക് മറന്നപ്പോ ബാക്കിയെല്ലാം ഒരു പെട്ടെന്ന് ഒരു ഷോക്ക്ഡായി. ആ, ഒരു അതാണ് അക്ഷരം എല്ലാവർക്കും മറന്നതില്ല. മൂന്നാളും നാളല്ല, മറന്നില്ലേ ഇപ്പൊ? നാണം വന്നുണ്ടോ? എന്തിനാ ലജ്ജയ്ക്കോ? ആ ലജ്ജിക്ക് നാണം ഓ വന്നു. പിന്നെ മോളെ പുറത്ത് എന്ന് പറയണത് ശ്രദ്ധിക്കണേ. പുരത്ത് എന്നാ കേൾക്കണേ. ഓക്കെ. അല്ലേ? പുറത്ത് റ. അപ്പൊ അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. പാടിയത് നന്നായിരുന്നു, നല്ല സംഗതികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു സർ. പക്ഷെ ഒരു ഫൈൻ ട്യൂണിങ് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയി. ഓക്കെ സർ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം ഇപ്പൊ ആദ്യം പറയുന്നത്, അത് ശ്രീകുട്ടി ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. വെൽവെറ്റ് വോയിസ്. വെൽവെറ്റ് വോയിസ്, യെസ്, അത് സംശയമില്ല. ഇനി അതിന് വേറെ എന്തെങ്കിലും പുതിയ പേരുകൾ, നാമധേയങ്ങൾ, വർണ്ണാഭമായ വിവരണങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അത് റിസർച്ചിൽ ഇട്ടിരിക്കുക. കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കണ്ടെത്തിയിട്ടില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് വോയിസ്. താങ്ക് യു സർ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. അത് ഈ പാട്ടിനെ ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഷഡ്ജം എന്ന് പറയുന്ന ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് എന്തുകൊണ്ട് ഷഡ്ജം എന്നുള്ള പേര് വരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ ഷഡ്ജം ബേസ്ഡ് ആയിട്ടാണ് ബാക്കിയുള്ള സ്വരങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഷഡ്ജം കൃത്യമല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവായിട്ട് രി ഗ മ പ ദ നീ പാടുമ്പോഴത്തേക്കും അതെല്ലാം ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നും. പ്രത്യേകിച്ചും മേളത്തെ ഷഡ്ജം എവിടെയൊക്കെയാണ് മേളത്തെ സാ വന്നിട്ടുള്ളത് അവിടെയൊക്കെ ശ്രുതി ചേരാതെ വന്നിട്ടുണ്ട്. അത് ഒരു പ്രത്യേക പ്രതിഭാസമായി ഞാൻ കാണുന്നു. കാരണം ഇതുവരെ ശ്രീകുട്ടിയിൽ നിന്ന് അത് കണ്ടിട്ടില്ല. ഇന്നെന്തോ ഒരു പെർട്ടിക്കുലർ ഷഡ്ജത്തിനകത്ത് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു ദിവസമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം വരെ ആ സായിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പുറത്തുള്ള സ്വരങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ സായിലാണ്. അതുപോലെ തന്നെ ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും, അവിടെയൊക്കെ സാ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ആ സായ്ക്കൊക്കെ എന്തോ ഇന്ന് ഒരു പ്രശ്നം, ഒരു നാണം. അത് ലജ്ജയുടെ സ്ഥലത്ത് ഒരു നല്ലൊരു നാണം. ലജ്ജ എന്ന് പറഞ്ഞാൽ തന്നെ നാണം എന്നർത്ഥം. ആ നാണം വന്നുകൊണ്ട് അത് വിട്ടുപോയി. ലജ്ജ കൊണ്ട് ഞാൻ മൂടും എന്നുള്ളത് മൂടും എന്നായിപ്പോയി. അങ്ങനെയായിപ്പോയി. അത് സാരമില്ല, മറന്നുപോയി. പക്ഷെ അത് ക്വാർട്ടർ ഫൈനലിന് സാരമുണ്ട്. നമുക്ക് സാരമില്ല, അതൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ ഇത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് we have to take into consideration as well. അപ്പോ ഇതാണ്. അപ്പൊ അതൊന്ന് പാടി കേൾപ്പിക്കൂ. ചക്രവർത്തിനി. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം
പുരം തുറന്നു. അതുപോലെ ചക്രവർത്തിനി, അത് നിക്കുന്നതും ചക്രവർത്തിനി. ആ ഇപ്പൊ ബെറ്റർ ആണ്, ഇതുപോലെയാണ്. അതുപോലെ ഇത് പാടും. ദേവസുന്ദരികൾ, ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. കനക പാരിജാത മലർ തൂകും എന്ന് പാടിയില്ലേ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. കാവ്യ ലോക സഖിയാക്കും, അതൊക്കെ ബ്യൂട്ടിഫുൾ പോയിന്റ്സ് ആയിരുന്നു കേട്ടോ. താങ്ക് യു ഈ സർ. പാട്ടിന്റെ മൈൽ സ്റ്റോൺ പോയിന്റ്സ് ആണത്. താങ്ക് യു സർ. അതൊക്കെ അത് ഐഡന്റിഫൈ ചെയ്ത് അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു നല്ലൊരു ബോധം ഉണ്ടായിരുന്നു എവിടെയാണ് ആ എക്സ്പ്രഷൻസ് കൊടുക്കാനുള്ളത് എന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അത് ക്വാർട്ടർ ഫൈനലിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് വന്നത്. പിന്നെ ഇതിന് ഋതം ഒരു രീതി നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഈ പാട്ട് പാടാൻ പറ്റും. ഓക്കെ. അതെന്താ വെച്ചാ ഇതിന്റെ താളം എങ്ങനെയാന്ന് വെച്ചാ 1 2 3 1 2 3 1 2 1 2 3 1 2 3 1 2 1 2 3 1 2 3 1 2 1 2 3 4 1 2 3 4 തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക നാദിന്ന അങ്ങനെയാണ് ഫുൾ പാട്ട് ഇങ്ങനെയാണ്. ആ ഈ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മളത് നമുക്ക് മനസ്സിൽ അത് കാണാൻ പറ്റും. അതിന്റെ സീക്രട്ട് ഞാൻ പറയാം, ഇത് പാടാനായിട്ട് അത് ആ റോഡ് നമുക്കുണ്ട്. ആ റോഡിൽ നല്ല മെലഡി ഇങ്ങനെ കൊടുത്താൽ മതി, അതാണ്. പിന്നെ ഇതിന്റെ രാഗത്തിനെ പറ്റിയാണ്. ഈ രാഗത്തെ കുറച്ചും കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പാടാൻ പറ്റും. ഇപ്പോൾ ദേവരായ മാസ്റ്റർ ഈ പാട്ട് റെക്കോർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1-2 നോട്ടുകൾ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. പഞ്ചലോകമണിമന്ദിരങ്ങളിൽ നമ്മൾ റെക്കോർഡിൽ അങ്ങനെ കേട്ടില്ല, മണിമന്തി അങ്ങനെ കേൾക്കണേ അല്ലെ, മണിമന്ത് എന്നാണ് അദ്ദേഹം പാടുക. അങ്ങനെയാണ് ഒറിജിനൽ ആയിട്ട് കമ്പോസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഷെയറിങ് വിത്ത് യു. അപ്പൊ ഈ രാഗത്തിന്റെ പേരാണ് കേദാർ എന്ന് പറയുന്നത്. പല ആൾക്കാരും വിചാരിക്കും ഇത് ഹമീർ കല്യാണിയാണോ എന്ന്. അങ്ങനെയല്ല, ഈ രാഗത്തിന്റെ പേര് കേദാർ എന്നാണ്. അതിന് കുറെ വ്യത്യാസങ്ങളുണ്ട്. ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ കഥകൾ, സ്റ്റോറീസ് ബിഹൈൻഡ്. പക്ഷെ ഇന്നത്തെ കഥ കൊള്ളാം, വായിക്കാൻ നല്ല രസമായിരുന്നു. അത് നല്ല കൈയക്ഷരത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് നിന്ന് ഞാൻ ഫ്രേസിങ് വരുമ്പോഴത്തേക്കും അവിടെ കൈയക്ഷരങ്ങൾ കുറച്ച് ബ്ലേഡായിട്ട് കാണാൻ പറ്റി. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ലോങ് സെന്റൻസസ് ഒക്കെ ഇല്ലേ മൊത്തം, അതിന്റെ പ്രശ്നം, ആ ബ്രത്തും പ്രശ്നമാണ്. ചേട്ടൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പ, അങ്ങനെ ബ്രത്ത് എടുത്താലാണ് കറക്റ്റ്. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഫോം പെർമനന്റ് ആക്കണം ഇനി. ക്ലാസ് മാത്രമല്ല, ഈ ടോപ്പ് സിംഗറിന്റെ ഫിനാലയിലേക്ക് എത്താനായിട്ടുള്ള ഒരു മനസ്സിന്റെ ഒരു എന്താണ്, അത്രയും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ ഇതിനെ കാണണം. തയ്യാറെടുപ്പ് അല്ലേ? അതിനൊരു ത്രസ്റ്റ് ഒരു പുഷ് കൊടുക്കണം. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ ഒരുപാട് ഭാഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്റെ ഫേവറേറ്റ് പാട്ടുകളിൽ ഒരു പാട്ടാണ് ഈ പാട്ടും. ഇതും അച്ഛനാണ് പരിചയപ്പെടുത്തുന്നത്. അച്ഛന്റെ കൂടെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മുറ്റത്തൂടെ. അപ്പോഴാണ് ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സിലുണ്ട്, എല്ലാ കാലം ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ദാറ്റ് സോങ് കേട്ടോ. ബ്യൂട്ടിഫുൾ സോങ്. എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് പറഞ്ഞാല് ഭയങ്കര ഈസി ആയിട്ടാണ് പാടിയത്. എസ്പെഷ്യലി ഹയർ പോർഷൻസിൽ ഈസി ആയിട്ടാണ്, എന്താ പറയാ, ഒരു ഗ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു പോക്കുണ്ടായിരുന്നില്ലേ, ഒരു ഗ്ലൈഡ് ചെയ്ത് നല്ല ഈസി ആയിട്ടാണ് ഇന്ന് ശ്രീയക്കുട്ടി അത് പ്രസന്റ് ചെയ്തത് എന്ന് ഫീൽ ചെയ്തു കേട്ടോ. മൊത്തമായിട്ട് വോയിസിന് ആ ഒരു ഈസ് ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ കാവ്യലോക സഖിയാകും, ബ്യൂട്ടിഫുൾ, സോ ഗുഡ്. ശില്പകന്യകകളിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും കാമമോഹിനികൾ ഹൃദയ കാവ്യലോക സഖിയാക്കും. പിന്നെ അതുപോലെ വീഥികളിൽ എന്നാണ് കേട്ടത്. പിന്നെ മൈക്ക് പിടിക്കുമ്പം
മൗത്തിന്റെ അടുത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ഫുൾനെസ് കിട്ടുള്ളൂ ആ വോയിസിന്റെ. ഇപ്പോഴും പിന്നെയും ആ നേസൽ സൗണ്ട് ചെറുങ്ങനെ മേളിലേക്ക് ഇങ്ങനെ കയറി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ആവും. ഓക്കെ, മിടുകയാണേ. ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആ കോസ്റ്റ്യൂമും പ്രസന്റേഷനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോ നമ്മുടെ ശ്രീയ മകൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് 96.75 out of 100. ശ്രീകുട്ടി, നമ്മുടെ ക്വാർട്ടർ ഫൈനൽസ് നടക്കുകയാണ്. ഇനി 2 പെർഫോമൻസും കൂടെ ബാക്കിയുണ്ട്. ഇതിൽ നമുക്ക് ഒത്തിരി നന്നാക്കാൻ ശ്രീകുട്ടിയെ കൊണ്ട് പറ്റും. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, യെസ് മീനുട്ടാ. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള വൈദ്യുതി സോഴ്സ് ആണ് എത്താൻ പോകുന്നത്. വിളിച്ചാലോ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. എന്തായിരുന്നു ദ്വിതിക്കുട്ട? അതാ എവിടെ ആരാ ചെയ്തത്? ആ, ഇത്തരം പരിപാടികളൊക്കെ MJ അങ്കിള്. ഇഷ്ടപ്പെട്ടോ ദ്വിതിക്കുട്ടി? ആ, അതിലെന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പാടിയതാണോ? വൈദ്യുതി ഏതാ ഇഷ്ടമായത്? രണ്ടും ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ടു അത്. ദ്വിതിക്കുട്ട, നമ്മുടെ ക്വാർട്ടർ ഫൈനലിലാണ് ഇപ്പൊ മത്സരിക്കാൻ പോന്നേ. അപ്പൊ എന്താ പ്രത്യേകത? മുന്നത്തെ റൗണ്ടും ക്വാർട്ടർ ഫൈനലും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നുമില്ല, ഓഡീഷന് വന്ന പോലെ തന്നെ. ക്വാർട്ടർ അത്രേ ഉള്ളൂ. ക്വാർട്ടർ ഫൈനൽ ഫൈനലൊക്കെ ഒന്നെ ചുമ്മാ ഒരു പേര്, പിന്നെ തീരാറായപ്പോ ഓരോ പേരും കൊണ്ട് വരുന്നു. ഇവിടെ ഈ കുഞ്ഞിന്റെ മനസ്സ് മറ്റുള്ള എല്ലാ നമ്മുടെ കുട്ടികൾക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു കുഞ്ഞുങ്ങൾക്ക് ടെൻഷൻ മാത്രമല്ല നമുക്കും. നമുക്കും വേണമായിരുന്നു. അതെ, എന്തൊരു പീസ്ഫുൾ ആയിരിക്കും അല്ലേ, എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞിനെ അതുപോലെ ചിരിക്കാൻ പറ്റണേ. മറ്റേ വൈറൽ ചിരി ഉണ്ടല്ലോ, അതിനെ പറ്റിയാണ് പറഞ്ഞത്. അയ്യോ, സൂപ്പർ ആയിരുന്നു. ഗംഭീരാണ്. ദ്യുതിക്കുട്ട, ഇത് ഹെയർ ബാൻഡ് അല്ല അല്ലേ? ഇങ്ങനെ ഓർഡറിൽ വെച്ചതാണല്ലേ? എനിക്ക് ഇവിടുന്ന് കണ്ടിട്ട് മനസ്സിലാവണില്ല. സ്പെഷ്യൽ ഇത് നമ്മുടെ കിൻഡർ ബോക്സിന്റെ ഉടുപ്പാണോ? എനിക്കിപ്പോ സിമ്പിള് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. ഒരു ഹെയർ കട്ട് നടത്തിയോ? അത് പിന്നെ എന്തുകൊണ്ട് അങ്കിൾ അങ്ങനെ തോന്നുന്നു? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അത് ചിലപ്പോ ക്ലിപ്പൊക്കെ കുത്തി അങ്ങനെ നിന്നിട്ട് നടത്തിയോ? ഇല്ല അല്ലേ? അതുപോലെ ഉണ്ട് കേട്ടാ. ചിന്തരി ചുന്ദരിയാണല്ലോ. അപ്പൊ ചുന്ദരി പാടാൻ വന്ന പാട്ട് ഏതാ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഭയങ്കര സീരിയസ് പാട്ടാണല്ലോ. ഫിലോസഫിയാണ്. ആണ്. സൂപ്പർ പാട്ട് കേട്ടോ ദ്യുതിക്കുട്ടി. കേക്കാം അല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം. പ്രാക്ടീസ് ചെയ്തോ? ഓക്കെ, ഇനി കേട്ടാ മാത്രം മതി. നമ്മള് പ്രേക്ഷകരെല്ലാവരും നമ്മുടെ ദ്യുതിക്കുട്ടി പാടുമ്പോ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ശരി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു.
സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ, ആയിരം യുഗങ്ങളിലൊരിക്കൽ വരാറുള്ളോരവതാരങ്ങളെവിടെ, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. എനിക്ക് വയ്യ. ഇതാരാണ് ഇങ്ങനെയൊക്കെ പാടുന്നത്? ഓ, ഞാൻ മീനുകൂട്ടാ, എന്തോ എന്തൊരു സീരിയസ് സോങ് ആണെന്നറിയാം. അതെ. ഭയങ്കര ഫിലോസഫി പാടുന്ന പാട്ടാണ്. അത് പുഷ്പം പോലെ പാടിയില്ലേ? ഭയങ്കര അഭിമാനമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇത്തരം പാട്ടുകളൊക്കെ എടുക്കുന്നതും മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നാണ് അല്ലേ? മീനുട്ടാ, ഈ പാട്ടിന് 2 നാഷണൽ അവാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യേശുദാസ് സാറിന്റെ വെരി ഫസ്റ്റ് നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് ഈ പാട്ടിനാണ്. അതുപോലെ വയലാർ സാറിന് ഗാനരചനയ്ക്കുള്ള നാഷണൽ അവാർഡ് അത് കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന്. പിന്നെ വേറൊരു ചരിത്രമുണ്ട്. അത് ഉണ്ണിച്ചേട്ടന് അറിയാമെന്ന് പറഞ്ഞത്, അതായത് ഇതിലുള്ള ഒരു വാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇടം അത് സെൻസർ ബോർഡിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ കാലത്ത്. ആണോ? ആ, ഓ, അപ്പോ അതുകൊണ്ട് അത് ഓൾറെഡി LP റെക്കോർഡിൽ അത് ഇറങ്ങിക്കഴിഞ്ഞു. സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യ എന്നുള്ളത് ലോകം എന്ന് റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ലോകം ഭ്രാന്താലയം. അങ്ങനെ വന്നത്. അപ്പൊ അതിന്റെ ഒരു അത്തരം കഥകളും ഈ പാട്ടിന്റെ പിന്നിലുണ്ട്. ഈ പാട്ട് പറയുന്ന ഒരുപാട് മനുഷ്യത്വപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ചും കോണ്ടംപററി ടൈംസിന്റെ പല പരിച്ഛേദങ്ങളും ഈ പാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. അന്ന് വയലാർ സാർ അന്ന് എഴുതിയതാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് തോന്നുന്നു ഈ സമകാലികമായിട്ടുള്ള ഒരു അവസ്ഥയിലും നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വളരെ എത്ര ദീർഘദർശനത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പാട്ട്, അതിന് ദേവരാം മാസ്റ്റർ സംഗീതം ചെയ്തിരിക്കുന്ന യേശുദാസ് സാർ പാടിയിരിക്കുന്ന ആ പാട്ട് ഇത്രയും ഗരിമയുള്ള പാട്ട്. അതാണ് ഗരിമ എന്ന് പറയേണ്ടത് എല്ലാ രീതിയിലും. ആ ഗരിമ ഇവിടെ നമ്മുടെ കുഞ്ഞു കുട്ടി വളരെ എഫേർട്ട്ലെസ് ഈസോടുകൂടി മാജിക്കലായിട്ട് പാടി. അതാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. By the way, thank you. ഞാൻ തോന്നിയാണ് ഒരു സൈഡില് ഗരിമ, ഒരു സൈഡില് താങ്ക് യു. രണ്ടും അത്രയും നേരം അത് MJ പറഞ്ഞ് തീരാനായിട്ട് വെയിറ്റ് ചെയ്യും. താങ്ക് യു പറഞ്ഞിട്ട് വേഗം. എന്തായി ഗരിമ? അത് മാത്രമല്ല, അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇയാൾക്ക് വേറൊരു ജോലിയില്ലേ, ഇയാളൊന്ന് പറഞ്ഞ് നിർത്തോ പ്ലീസ്. താങ്ക് യു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഈ പാട്ടിനെ പറ്റി അതൊക്കെ പറയണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ കേട്ടോ. എനിക്ക് ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, ആഹാ അവിടെ ഒരു സംഗതി ഉണ്ട് അല്ലേ? നമ്പർ 1 ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ലോകം ഭ്രാന്താലയമായി. ആരാ നമ്പർ 1? അതാണ്. പിന്നെ സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, അതുപോലൊരു സംഗതിയില്ലേ സ്വാതന്ത്ര്യത്തിൽ. അത് സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പാടിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞ്. കലക്കി. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ,
ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനറിയാമോ ക്രൊമാറ്റിക് നോട്ട് എന്താണെന്ന് അറിയാമോ? ഒരു പിടി ഉണ്ടാവില്ല. കേട്ടിട്ടുണ്ടോ ക്രൊമാറ്റിക് നോട്ട്? പക്ഷെ ക്ലീൻ ആയിട്ട് പാടുന്നു. അതാണ് അത്ഭുതം. അതായത് ഫസ്റ്റ് ചരണത്തിൽ ആ ക്രൊമാറ്റിസിസം വരുന്നില്ല. ഭ്രാന്താലയമായി എന്ന് പറയുന്നത് അവിടെ ക്രൊമാറ്റിക് നോട്ട്സ് അല്ല, പക്ഷെ സ്നേഹങ്ങൾ എവിടെ എന്ന് വരുമ്പോഴത്തേക്കും അത് ക്രൊമാറ്റിക് നോട്ട്സ് ആണ്. ഒന്ന് പാടാമോ? സത്യമെവിടെ സൗന്ദര്യമെവിടെ സ്വാതന്ത്ര്യമെവിടെ നമ്മുടെ രക്തബന്ധങ്ങളെവിടെ നിത്യസ്നേഹങ്ങളെവിടെ? അതന്നെ മിടിക്കാനാണ്. സ്പെഷ്യൽ ക്ലാസ് കൂടെ. ഒരു സ്പെഷ്യൽ ടാലന്റ് ആണ് അത്. ഫസ്റ്റ് ചരണത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതെ, അത് നമ്മുടെ ഗ്രൂമേഴ്സിനും കൂടെ നല്ല കഴിവ് കൊടുക്കണം. ശ്യാം ആൻഡ് ടീം വണ്ടർഫുൾ വർക്കാണ്. അത് കുഞ്ഞിനെ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ, കുഞ്ഞ് പാടണ്ടേ. അതൊരു സംഭവമാണല്ലോ. അതാണ് നമ്മുടെ ഈ ദ്യുതി എന്ന് പറയുന്ന വൈദ്യുത തരംഗത്തിന്റെ ഗതി. നമുക്ക് പറയാൻ പറ്റില്ല, ആ രീതിയിലാണ് അങ്ങോട്ട് ഓരോ പാട്ടിലും പുനർചിന്തിക്കുന്നത്. സംഭവമാണ്, ഒരു സംഭവമാണ്. ദ്യുതി ഒരു പവർ ബാങ്ക് ആണ് അല്ലേ? ഗംഭീരം. മനുഷ്യൻ എന്ന് മാത്രം പാടിയത് ഓരോ പല്ലവിയിലും ശ്രുതി ചേരാത്ത പോലെ അങ്കിളിന് തോന്നി കേട്ടോ. തുടക്കം. അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് പാടുന്നു. മനുഷ്യൻ 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 മെജീഷ്യൻ എന്നുള്ള പോലെ അല്ല, മനുഷ്യൻ. മനുഷ്യൻ മൂഷികൻ എന്നുള്ളതല്ല, മനുഷ്യൻ. മനുഷ്യൻ അതാണ്. ഇനി ശ്രുതി ഇറങ്ങണം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അതുപോലെ എനിക്ക് വേറെ ഇഷ്ടപ്പെട സൃഷ്ടിച്ചു എന്ന് പാടാതെ സൃഷ്ടിച്ചു എന്ന് പാടി, അത് ഉഗ്രനായി. അതും ശ്യാമിന്റെ കൈകളാണ് അതിന്റെ പിന്നിൽ എന്ന് എനിക്ക് തോന്നുന്നു. കറുത്ത കൈകൾ. അപ്പൊ എന്തായാലും കലക്കി എന്റെ മക്കളെ. ദ്യുതിക്കുട്ടി ഞെട്ടിപ്പോയാ? സ്വാഭാവികം, എപ്പോഴും അങ്ങനെയാ, വിളിക്കുമ്പോ ഒന്ന് ഞെട്ടും. വളരെ മനോഹരമായി പാടി മോളെ. നമ്മൾ മോളെ വരുമ്പോ തന്നെ എപ്പോഴും നമുക്കറിയാം എന്തെങ്കിലും ഒരു മാജിക് ചെയ്തു വെക്കുന്നു. ഒരു എക്സ് ഫാക്ടർ പാട്ടിന്റെ എവിടെയെങ്കിലും ചെയ്തു വെക്കും അവള്. അത് ഈ പാട്ടിലും ഉണ്ടായി. തുടക്കം കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടായിരുന്നു കേട്ടോ നമ്മളെ. ആ മനുഷ്യൻ എന്ന് തുടങ്ങിയ ഭാഗം മാത്രം കുറച്ചൊരു ഫൈൻ ട്യൂണിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം അതിശയകരമായി പാടി എന്ന് പറയണം. നോട്ട്സിന്റെ പെർഫെക്ഷൻ ആയാലും ശരി, ഈ നോട്ട്സ് കറക്റ്റ് പിച്ചിങ്ങിൽ പാടുമ്പോഴും ആ നോട്ട്സ് കറക്റ്റായിട്ട് പാടുമ്പോഴും ഈ ക്രൊമാറ്റിക് സ്കെയിലും ക്രൊമാറ്റിക് നോട്ട്സ് ഒക്കെ പാടുമ്പോഴും ഒക്കെ അതിന്റെ ഒരു പെർഫെക്ഷനും ശ്രുതിയും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാലല്ലോ നമുക്കൊരു പെട്ടെന്നൊരു നമ്മൾ തന്നെ ഒന്ന് ഉഷാറാവും. ഒരു വൈദ്യുതി ഉള്ളില് പാസ് പ്രവഹിക്കും. അത് ശരിക്കും ഉണ്ടായി മോളെ. അസലായി പാടി മോളെ. മോളിപ്പോ വയസ്സ് എത്ര? 7 8 വയസ്സിലാണ് ഈ പുതിയ വയസ്സാണ്. 8 വയസ്സിലാണ് ഈ മാജിക് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. യു ആർ എ വണ്ടർഫുൾ സിംഗർ മോളെ. ഗോഡ് ബ്ലെസ് യു. ഓരോരോ ഇനിയുള്ള സ്റ്റെപ്സിലൊക്കെ മോളെ ഇനി എന്തൊക്കെ മാജിക്കാ ചെയ്യാന്നറിയില്ല. ബ്യൂട്ടിഫുൾ, എക്സലന്റ്. ഗോഡ് ബ്ലെസ് യു മോളെ. കുഞ്ഞിച്ചേട്ടാ, ഈ 8 വയസ്സിലൊക്കെ എനിക്ക് കാക്കേ കൂടെ ഇവിടെ പോലെ നേരെ വേണം പാടാൻ. അപ്പോഴാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അതാ ഫിലോസഫിയോ ഒന്നും അറിയില്ല അവൾക്ക്, പക്ഷെ നോട്ട്സ് ഒക്കെ കറക്റ്റായി പാടുന്നു മോളെ. 1-2 ഇതുള്ളത് മോള് പാടിയാല് ഭ്രാന്താലയം, അത് ശ്രദ്ധിക്കണേ. എന്താ പാടിയ മോള്? പാടുമ്പോ അത് ഭ്രാന്താലയമായി പാടുമ്പോ കേട്ടോ, ഭ്രാന്താലയം. ഓക്കെ. പിന്നൊന്ന് ബന്ധങ്ങളെവിടെ, അത് ഇപ്പൊ രണ്ടാമത് പാടിയപ്പോ കറക്റ്റ് പാടി. ആദ്യം ടേക്കിൽ പാടുമ്പോ ബന്ധങ്ങളുടെ പാടിയത്. അപ്പൊ ഡിക്ഷനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ. മറ്റെല്ലാം മനോഹരമായി, ബ്യൂട്ടിഫുൾ. ഇതാരാ ഇത്? ഞാൻ എന്ന് പറഞ്ഞ ആരാ? വേറെ ഉത്തരൊന്നും കിട്ടാൻ പോണില്ല. ലിൻഡ ഷെനിൽ. ദ്യുതിക്കുട്ടാ നല്ല സൂപ്പറായി പാടിട്ടോ. എന്തെങ്കിലും കുലുക്കുണ്ടോ നോക്കും മീനുട്ടാ. ഒന്നുമില്ല, വളരെ കൂളാണ്. ഇതുവരെ പാടിയതിൽ നിന്ന് ഏറ്റവും ചില്ലായി കൂളായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ പാടിയ ഒരാള് ദ്യുതിക്കുട്ടിയാണ്. ശരിക്കും കുട്ടൻ നേരത്തെ പറഞ്ഞത് കറക്റ്റാ. ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എല്ലാവർക്കും കിട്ടിയാല് ലോകം തന്നെ എന്തൊരു സമാധാനം. ഭയങ്കര പീസ്ഫുൾ ആയാണ് എല്ലാരും ഹാപ്പി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് ആ ശബ്ദം, ആ ഹൈ പോയില്ലേ അവിടെ, 1000 മാനവഹൃദയങ്ങൾ. ഭയങ്കര റേഞ്ച് അത്.
അമേസിംഗ് വോക്കൽസ് It's not easy. അത് ക്ലിക്ക് വോക്കൽസ് ക്ലിയർ ആണെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റില്ല. മാത്രല്ല ഈസിയാണ്, അതൊരു പോസ്റ്റർ മാറുന്നില്ല, എക്സാക്ട്ലി. അവളുടെ ഒന്നും മാറുന്നില്ല. അത് എങ്ങനെയാണോ ബേസിലുള്ള ബാക്കി നോട്ടുകൾ പാടുന്നത് അതുപോലെ തന്നെ ആ ഹൈയിലുള്ള പോർഷൻസ് ഒരു സ്ട്രെയിനും ഇല്ലാതെ ഫേസിൽ പാടുക, പോലും ഒരു എക്സ്പ്രഷൻ ഇല്ല. ഒരു എക്സ്പ്രഷനും ഇല്ല. ഷീസ് എ വണ്ടർ കിഡ്. അതെനിക്ക് Yes. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ദേവികുട്ട. അതെന്ന് അനുപല്ലവിയിലും ചരണത്തിലും ആ ഹൈ പോയ പോർഷൻ നല്ല Yes. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇടയിൽ ഒരു ഗ്ലൂം വന്നില്ലേ? എവിടെയായിരുന്നു അത്? മറന്നു. ഗ്ലൂം വന്നില്ലേ? വന്നത് ഓർമ്മയുണ്ടോ? സ്വാതന്ത്ര്യം എവിടെ? ഗ്ലൂം നമ്മുടെ അങ്ങനെയാ പാടിയത്. സൂപ്പർ ആയിട്ട് പാടി, ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഇനി താങ്ക് യുന്റെ മാർക്ക് അറിയാം നമുക്ക്. So, Shanil Linda Duthi, Vaiduthi, going to be awarded 97.25 out of 100. മതങ്ങളെ സൃഷ്ടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് വിധിക്കുട്ടി ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. സൃഷ്ടിച്ചു അതാ മീനുട്ടി, എന്തോ ഈ ആര്യനെ വിളിക്കാൻ എന്താ കാരണം? ഞാനിത് കാണിക്കാൻ വേണ്ടി, ഡ്രസ് ഞാനിത് കാണിക്കാൻ കാണിക്കാൻ വേണ്ടി എന്താ സംശയം? അതിനുവേണ്ടി മാത്രം. ഈ മുണ്ട് ഇതാണ് മുണ്ട് വെട്ടി തയ്ച്ച പാവാട. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു, എന്നോട് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു നീ ദേവി ഇതൊന്നും വിളിച്ച് പറയരുത്, മിണ്ടാണ്ടിരിക്കുമോ. അത് കളർ ഇങ്ങനെ ആയിപ്പോയി, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? കളറോ കര വരെ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോ വിളിക്കില്ലായിരുന്നു. ഇല്ലായിരുന്നു, ഞാൻ ഓർക്കില്ലായിരുന്നു അത്. എന്തായാലും സാമാന്യം എം ജെ സാർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമ്മൾ രണ്ടുപേരും ഒരേ ഡ്രസ്. സെയിം ആണ്. അപ്പൊ ആര്യ ചേച്ചി ഗിഫ്റ്റ് എടുക്കാം. കൺഗ്രാറ്റുലേഷൻസ് ദേവികുട്ട. കുട്ടിക്ക് ആദ്യം പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. അടുത്ത ദിവസം ഇടാനുള്ള ഉടുപ്പായോന്ന് എന്താ നോക്കിയ അതില്? ഡ്രസ് എന്താ? ഡ്രസ് എന്താന്ന് നോക്കിയതാ? ഇപ്പൊ തുറന്നു നോക്കണോ? വേണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് മതി. നോക്കാം. അതെ, ശരി. അടുത്ത ഷൂട്ടിനും ഇട്ടിട്ട് തരണേ. അച്ഛൻ മറ്റേ ഡ്രസ് വാങ്ങി തന്നോ? നമ്മളെ മീനൂട്ടിയുടെ ഡ്രസ് വാങ്ങി തന്നോ? ഇല്ല. ഇല്ല, നമുക്കത് ചെറുതാക്കാനും അത് പറ്റിയിട്ടില്ല. ഓർമ്മിപ്പിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ. അപ്പൊ ടാറ്റ. ആര്യ ചേച്ചി താങ്ക് യു.